ഭരണിക്കാവിൽ സംരംഭകരായ പ്രവാസി സഹോദരങ്ങളെ വലച്ച് പഞ്ചായത്തിന്റെ നടപടി. 3.5 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിന് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പിഴവ് കാരണം നമ്പർ ലഭിക്കുന്നില്ല. അംഗീകൃത പ്ലാൻ പ്രകാരമാണ് നിർമ്മാണം നടത്തിയതെങ്കിലും എഞ്ചിനീയർക്ക് തെറ്റ് പറ്റിയതിനാൽ അംഗീകാരം നൽകാനാകില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. പ്രവാസികൾ നാടിൻ്റെ നട്ടെല്ലാണെന്ന് മാറി മാറി വരുന്ന സർക്കാരുകൾ പറയുന്നുണ്ടെങ്കിലും ഇത്തരം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രവാസികൾ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങളാണ്. മുന്നും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാസികൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ നിക്ഷേപം നടത്തിയ പ്രവാസികളുടെ അവസ്ഥയാണിത്. ഭരണിക്കാവിൽ അപ്പാർട്ട്മെൻറ്റും ഹാളുമടക്കമുള്ള കെട്ടിടം നിർമ്മിക്കാൻ പ്രവാസിയായ അനസും സഹോദരങ്ങളും പഞ്ചായത്തിനെ സമീപിച്ചു. പ്ലാനും അനുബന്ധ രേഖകളും സമർപ്പിച്ചു. എഞ്ചിനീയർ പ്ലാൻ അംഗീകരിച്ചു. നിർമ്മാണം പൂർത്തിയാക്കി. കെട്ടിട നമ്പറിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചു. അപ്പോഴാണ് പ്രശ്നം. കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകിയ അതേ എഞ്ചിനീയർ തന്നെ കെട്ടിടത്തിന് അനുമതി നൽകാനാകില്ലെന്ന നിലപാടെടുത്തു. കാരണം വിചിത്രം. എഞ്ചിനീയർ ആദ്യം അംഗീകരിച്ച പ്ലാനിൽ തെറ്റുണ്ടത്രേ. ആദ്യത്തെ പരിശോധനയിൽ പിഴവ് മനസ്സിലാക്കാനായില്ല. ഇതായിരുന്നു എഞ്ചിനീയറുടെ മറുപടി. അതായത് ഉദ്യോഗസ്ഥയ്ക്ക് പറ്റിയ തെറ്റിൻ്റെ പേരിൽ 3.5 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം ഉപയോഗിക്കാൻ ആകാതെയായി. 12,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗാണ്. 3.5 കോടി രൂപ നിലവിലായിട്ടുണ്ട്. 1.5 കോടിയോളം രൂപ ബാങ്ക് ലോണുണ്ട്. നമ്മൾ പെർമിറ്റിൽ നിന്ന് വ്യതിചലിക്കാതെ പണി പൂർത്തീകരിച്ചതിന് ശേഷം കംപ്ലീഷൻ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിച്ചു. അന്ന് നമുക്ക് പെർമിറ്റ് നൽകിയ അതേ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഈ കംപ്ലീഷൻ സമർപ്പിച്ച സമയത്തും പഞ്ചായത്തിലുള്ളത്. മന്ത്രി എം പി രാജേഷ് അടക്കം പങ്കെടുത്ത അദാലത്തിൽ പരാതി നൽകിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ വീഴ്ച മന്ത്രിക്ക് ബോധ്യപ്പെട്ടു. എഞ്ചിനീയർക്കും പ്ലാൻ വരച്ച് നൽകിയ ലൈസൻസിക്കുമെതിരെ നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. പക്ഷേ ഈ നിയമക്കുരുക്കിൽ നിന്ന് പ്രവാസികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഉത്തരം ലഭിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.